കനക KPCC-യിൽ തിരക്കിട്ട ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആരൊക്കെയാണ് മന്ത്രിമാർ എന്നതിൽ ഒരു അന്തിമ തീരുമാനം വൈകാതെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമോ? അനുശ്രീ, തീർച്ചയായും. കാരണം അന്തിമഘട്ട ചർച്ചകളാണ് ഇപ്പോൾ KPCC ആസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. അതിന് മുന്നോടിയായി നേരത്തെ രമേശ് ചെന്നിത്തലയുടെ വസതിയിലടക്കം KC വേണുഗോപാലും ഒപ്പം മുഖ്യമന്ത്രി അടക്കം എത്തി ചർച്ചകൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ചർച്ചകൾ ഘടകകക്ഷികളുമായിട്ടുള്ള ഈ മന്ത്രിസഭയിൽ വകുപ്പുകൾ വിഭജിക്കുന്ന കാര്യത്തിലടക്കം കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും IC ബാലകൃഷ്ണനെ മന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മന്ത്രി ക്യാബിനറ്റിലേക്ക് എത്തിക്കാനുള്ളൊരു നീക്കം രമേശ് ചെന്നിത്തല മുൻപ് തന്നെ നടത്തിയിരുന്നു. അതിന് അത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ IC ബാലകൃഷ്ണൻ മന്ത്രിസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം നേരത്തെ അദ്ദേഹം പ്രതികരിച്ചതിൽ നിന്നും അതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല മറ്റ് നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? കാരണം ഈ ഒരു അനുനയനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ഡിമാൻഡുകളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് IC ബാലകൃഷ്ണനും ഒന്ന് അൻവർ സാദത്തുമായിരുന്നു. അവർക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്നായിരുന്നു. മറ്റ് വിഭജനങ്ങൾ ലീഗിന് 5 മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തുമോ എന്ന കാര്യത്തിലും മറ്റ് കോൺഗ്രസ് വകുപ്പുകൾ അല്ലെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറുമോ എന്ന കാര്യത്തിലടക്കം വ്യക്തത ഉടൻ തന്നെ വരും. ഇപ്പോൾ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല, മറ്റ് തർക്കങ്ങളൊന്നും തന്നെയില്ല. ഘടകകക്ഷികളുമായി സീറ്റ് വിഭജനവും മറ്റും പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് അവസാനഘട്ട ചർച്ചകളിലേക്ക് കടക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവും കാര്യങ്ങളും പ്രതികരണങ്ങളടക്കം വരേണ്ടതുണ്ട്. എന്തിനായാലും തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി ഗവർണർക്ക് അന്തിമ പട്ടിക കൈമാറേണ്ടതുണ്ട്. അതിനു മുൻപ് തന്നെ ഈ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളിലും തീരുമാനമുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് നേരത്തെ തന്നെ അറിയാം, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അനന്തമായി നീളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു തർക്കത്തിലേക്കോ വലിയ ബുദ്ധിമുട്ടിലേക്കോ മന്ത്രിസഭ രൂപീകരണത്തിലും ഒപ്പം വകുപ്പ് വിഭജനത്തിലും ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ പ്രതികരണം ഉണ്ടായിരുന്നു. അത് ശരിവെച്ചുകൊണ്ട് നാളെ തന്നെ അന്തിമമായിട്ടുള്ളൊരു പട്ടിക അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് അംഗീകരിച്ച് ഹൈക്കമാൻഡിലേക്ക് അയക്കുന്ന പട്ടിക AICC-യുടെ അന്തിമ പിന്തുണ അല്ലെങ്കിൽ അതിന് അംഗീകാരം ലഭിച്ചാലുടൻ അത് നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി ഗവർണർക്ക് സമർപ്പിക്കുകയും പിന്നീട് തിങ്കളാഴ്ച രാവിലെ 10 മണിയോടുകൂടി മുഴുവൻ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, KPCC-യിൽ മന്ത്രിമാർ ആരൊക്കെയാകണമെന്നതിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ ജോസഫ് വാഴക്കിന്റെ പ്രതികരണം കൂടി ഇതിൽ വന്നിരുന്നു. അതിലേക്ക് കൂടി ഒന്ന് പോകാം. ഔദ്യോഗികമായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും മുൻ മുഖ്യമന്ത്രി വന്നിരുന്നു, KC വേണുഗോപാൽ വന്നിരുന്നു, എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നിയുക്തമുണ്ട്, അവരെല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്, അത്രമാത്രം പറഞ്ഞു. കൂടെ മന്ത്രിമാരുണ്ടാകുമോ? അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന അൻവർ സാദത്തോ IC ബാലകൃഷ്ണനോ അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഏർപ്പാട് ഇതിന്റെ അകത്തില്ല. എല്ലാം കോൺഗ്രസിന്റെ പ്രധാന വകുപ്പുകൾ കിട്ടും അദ്ദേഹത്തിന് ആ കാര്യത്തിൽ നേരത്തെ തന്നെ നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തരം അല്ലാതെ രമേശ് ചെന്നിത്തല അദ്ദേഹമായിട്ട് ആ കാര്യത്തിൽ തർക്കം ഉണ്ടാവില്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഏതാണ് ആഗ്രഹിക്കുന്നത് അവർ സംസാരിക്കുക, അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത്. പറഞ്ഞിട്ടില്ല, തനിക്ക് ഒപ്പമുള്ള കാര്യമേ പറയുന്നുള്ളൂ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് രമേശ് ചെന്നിത്തലയുടെ കാര്യം ഒരു വിഷയമല്ല, അദ്ദേഹത്തിന്റെ വകുപ്പ് ഒരു വിഷയമല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതല്ല, വേറെ 1-2 ആളുകൾ, പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്നുള്ള IC ബാലകൃഷ്ണൻ, അതുപോലെ ആലുവായിൽ നിന്നുള്ള അൻവർ സാദത്ത്, ഇവർക്കൊക്കെ മന്ത്രിയായി കൊള്ളാവുന്നത് അവരെയൊക്കെ ഉൾപ്പെടുത്തിയ കൊള്ളണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെത്തോ രണ്ടുപേരെത്താനുള്ള സാധ്യതയുണ്ടോ? അതൊന്നും പറയാനാവില്ല. അതൊക്കെ ആലോചിച്ചും പല പല ഘടകങ്ങളില്ലേ. അപ്പൊ അത് നമ്മൾ അത്തരം കാര്യങ്ങൾ എല്ലാവരും സംസാരിച്ചില്ല. ഇവരെല്ലാം സീനിയർ ആയതുകൊണ്ടാണ്, അല്ലാതെ ഗ്രൂപ്പ് ആയതുകൊണ്ടല്ല. 4ാമത്തെ പ്രാവശ്യമാണ് രണ്ടുപേരും MLA-മാരാണ്. അതുകൊണ്ട് അവരെ പരിഗണിക്കണം. 2011 മുതൽ അവരെല്ലാം MLA-മാരാണ്. ലീഗിന് 5 മന്ത്രിമാരുണ്ടാകും. 2 മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാട് ഉഭയകക്ഷി ചർച്ചയിൽ PK ജോസഫ് ഉന്നയിച്ചു. ടേം വ്യവസ്ഥയിലാകും അനൂപ് ജേക്കബിനും മാണി C കാപ്പനും മന്ത്രിപദമുണ്ടാവുക. കിരൺ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, 5 മന്ത്രിസ്ഥാനം വേണമെന്ന ലീഗിന്റെ ആവശ്യം അത് അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം PG ജോസഫ് ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, ലീഗിന്റെ 5 മന്ത്രിസ്ഥാനം എന്ന ആവശ്യം അംഗീകരിക്കുമെന്നുള്ളത് തന്നെയാണ്. അത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അക്കാര്യത്തിൽ ഇനി ഔദ്യോഗികമായ പ്രഖ്യാപനം വരണം, അല്ലാതെ വേറെ ഏതെങ്കിലും തടസ്സമുണ്ടോ എന്ന് തോന്നുന്നില്ല. അക്കാര്യത്തിൽ ധാരണയായി കഴിഞ്ഞു. മറ്റൊന്ന് കേരള കോൺഗ്രസ് ജെയുടെ ആവശ്യമാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത് 2 മന്ത്രിസ്ഥാനമാണ്. പക്ഷേ ഒരു മന്ത്രിസ്ഥാനവും 5 പേർക്ക് ഒരു മന്ത്രി എന്ന കണക്കിലാണെങ്കിൽ 7 പേരാണുള്ളത്. അപ്പോൾ ഒരു അര മന്ത്രിസ്ഥാനത്തിന് കൂടി അവകാശം ആ കണക്കിൽ അവർക്ക് വരണം. അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്നത് 3 MLA-മാർ മാത്രമുള്ള RSPക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകുന്നുണ്ട്. അത് 5-നേക്കാൾ
2 കുറവാണ്. അതിനേക്കാൾ 4 MLA-മാർ കൂടുതൽ ഉള്ള ജോസഫ് വിഭാഗത്തിന് അപ്പോൾ 2 മന്ത്രിസ്ഥാനം വേണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. RSP പറയുന്നത് മറ്റൊന്നുകൂടിയാണ്, 3 അല്ല +1 എന്നുകൂടി വേണമെന്ന്. കാരണം അവർ പയ്യന്നൂർ വിട്ടു നൽകിയതാണ്. കുഞ്ഞികൃഷ്ണൻ മത്സരിച്ച പയ്യന്നൂർ സീറ്റ് RSPയുടെ സീറ്റായിരുന്നു, അത് വിട്ടു നൽകിയാണ് വിജയിച്ചത്. അപ്പോൾ അതുകൂടി RSPയുടെ അക്കൗണ്ടിലേക്ക് പെടുത്തണം, അങ്ങനെ 4 ആക്കണം എന്നുള്ള ആവശ്യം കൂടി അവർ ഉന്നയിച്ചിട്ടുണ്ട്. RSPയുടെ കാര്യത്തിൽ എന്തായാലും കാര്യമായ തർക്കങ്ങളൊന്നുമില്ല. പക്ഷേ PJ ജോസഫിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇവർ ഒരു ബദൽ നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ബദൽ നിർദ്ദേശം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം ക്യാബിനറ്റ് റാങ്കോട് കൂടി നൽകുക, അത് PJ ജോസഫിനെ ആക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു പ്രധാന തടസ്സമായി നിൽക്കുന്നത് VD സതീശന്റെ പേഴ്സണലായ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം മുൻ KPCC അധ്യക്ഷൻ VM സുധീരന് ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനാക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ്. പ്രത്യേകിച്ച് VD സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ഹൈക്കമാൻഡിൽ ഇടപെടൽ നടത്തിയത് VM സുധീരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പദവി നൽകണമെന്നുള്ള താല്പര്യമുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ അത് ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശത്തിലേക്ക് വരാൻ KC വേണുഗോപാലിനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ കഴിയില്ല. കാരണം VM സുധീരനെ പോലെ ഒരു നേതാവിന് ഹൈക്കമാൻഡ് അടക്കം പിന്തുണയുള്ള നേതാവാണ്. ആ ഒരു നിർദ്ദേശം വെച്ചാൽ അതിനെ തള്ളിക്കളയാനാവില്ല. അതിന് പകരമായി PJ ജോസഫിന്റെ ഭാഗത്തു നിന്ന് വരുന്ന സമ്മർദ്ദത്തെ സമർത്ഥമായി ഉപയോഗിച്ച് അതിനെ വെട്ടുക എന്നുള്ള നിലപാടായിരിക്കും സ്വാഭാവികമായും ഈ 2 നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് നൽകാൻ കഴിയുന്ന 2 പദവികൾ എന്ന് പറയുന്നത് ഒന്ന് ചീഫ് വിപ്പ് സ്ഥാനമാണ്, അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും പദവികൾ നൽകാൻ എന്തായാലും നിലവിൽ കോൺഗ്രസിന് കഴിയില്ല. ഈ 2 പദവികളും വന്നു കഴിഞ്ഞാൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അബു ജോൺ ജോസഫിന്, PJ ജോസഫിന്റെ മകന് ആ സ്ഥാനം നൽകാൻ കഴിയില്ല. കാരണം അദ്ദേഹം ആദ്യ തവണ MLA ആവുന്ന ആളാണ്. പിന്നീട് നൽകാൻ കഴിയുന്നത് തോമസ് ഉണ്ണിയാടനാണ്, മുതിർന്ന നേതാവാണ് തോമസ് ഉണ്ണിയാടനാണെങ്കിൽ ഈ സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൽകാൻ കഴിയും. ഇനി ജോസഫ് വിഭാഗത്തിന് താല്പര്യം എന്താണ്? മോൻസ് ജോസഫ് മന്ത്രിയാവുകയും അബു ജോൺ ജോസഫ് കൂടി 2ാമത്തെ മന്ത്രിയാവുകയും ചെയ്യുക എന്നതാണോ, അതോ അത് ഉണ്ണിയാടന് നൽകാൻ എത്രത്തോളം അവർ താല്പര്യപ്പെടുമെന്നുള്ള വിഷയമൊക്കെ അവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇപ്പോഴും പരിഹാരം ആയിട്ടില്ല എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.